ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് പോകാൻ പോകുന്ന ചെന്നൈയിലെ ഒരു മാർക്കറ്റിലോട്ടാണ്. ഫ്രൈഡേ മാർക്കറ്റ് എന്നാണ് കേട്ടോ പേര്. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്തെന്ന് വെച്ചാൽ അത് ഫ്രൈഡേസിൽ മാത്രമുള്ള ഒരു മാർക്കറ്റാണ്. സോ ചെന്നൈയിൽ ഈ ഒരു മാർക്കറ്റിൽ പോയവർക്കൊക്കെ അറിയാം, നമ്മൾ പോകുമ്പോൾ തന്നെ വരദരാജ എന്ന് പറഞ്ഞ ഒരു തിയേറ്ററും കാണാൻ പറ്റും. പിന്നെ ആ കാണുന്ന ആ ഒരു മൗണ്ടെയിൻ റേഞ്ചിൻ്റെ അടിയിലായിട്ടാണ് ഈ മാർക്കറ്റ് വരുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മളെ ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ട് വരുന്നത്. മീൻസ് ഇതിലൂടെ പോയിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവുമായിരിക്കും, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മളെ ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ മാർക്കറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ മാർക്കറ്റ്. സോ നമ്മൾ മാർക്കറ്റിൽ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അപ്പുറത്താണ് പാർക്കിങ്. സോ ഇവിടെ ഒരു നേരം തന്നെ 3-4, ഞാനിപ്പോൾ ഇവിടെ നിന്ന സമയം കൊണ്ട് തന്നെ 4-5 ട്രെയിൻസ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് തുറക്കുള്ളൂ. മീൻസ് ഇവിടെ അടുത്ത് തന്നെ ഒരു സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളതാ പാർക്ക് ചെയ്യണം. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ എന്തൊക്കെയോ ടവറിൻ്റെ എന്തൊക്കെയോ ഏരിയ ഒക്കെയാണ്. സോ നമ്മൾ അവിടെയൊക്കെ അലൗഡല്ല. സോ നമ്മളെ മാർക്കറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. അപ്പോഴേക്കും നല്ലൊരു റഷൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു മാർക്കറ്റിൽ A to Z ഐറ്റംസ് നമുക്ക് കിട്ടുന്നതാട്ടോ. A to Z ഐറ്റംസ് മീൻസ് ഇലക്ട്രോണിക്സ്, ഫർണിച്ചേഴ്സ്, ഈവൻ പെറ്റ്സ് വരെ ഉണ്ടാവും ഈ ഒരു മാർക്കറ്റിൽ. കണ്ടോളൂ, ഇപ്പം തന്നെ നല്ല റഷ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു മാർക്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറേ വെജിറ്റബിൾസ് അങ്ങനെയൊക്കെയാണ് ഓർമ്മ വരിക. ബട്ട് ഈ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് മാത്രമല്ല, അതിന് വേറെ കുറേ ഐറ്റംസും ഈ മാർക്കറ്റിൽ കിട്ടുന്നതാണ്. ഇവിടെ ഓരോ സെക്ഷനായിട്ടാണ്. മീൻസ് ഇലക്ട്രോണിക് ഫർണിച്ചേഴ്സ്, ചെപ്പൽ, ബാഗ്, ഫാൻസി അല്ലെങ്കിൽ ഡ്രസ്സ്, അതിനൊക്കെ ഒരു വലിയ സെക്ഷൻ തന്നെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് കുറേ വെജിറ്റബിൾസ് ഉണ്ട്, വെജിറ്റബിൾ സെക്ഷൻ. പിന്നെ പെറ്റിൻ്റെ സെക്ഷൻസാണ്. ഇത് കുറേ ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 4 o'clock 3 o'clock സംതിങ്ങിനാണ് വന്നത്. ഞങ്ങൾ തിരിച്ച് പോകുമ്പോൾ ഏകദേശം 7 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. മീൻസ് അപ്പോഴും ഞങ്ങൾ അത്ര ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് എല്ലാവരുടെയും ഒന്ന് കണ്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഇത്ര സമയമായി. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇലക്ട്രോണിക്സ് എല്ലാം ഇവിടെ കിട്ടുന്നതാണ്. പിന്നെ പഴയ സാധനങ്ങൾ വരെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ പപ്പനോട് ചോദിച്ചു, ഇതൊക്കെ ആരെങ്കിലും വാങ്ങുമോ, അങ്ങനെ വല്ല യൂസ് എന്തെങ്കിലും ഉണ്ടോയെന്ന്. ബട്ട് പഴയ സാധനങ്ങൾ വരെ വാങ്ങാൻ ഇവിടെ ആൾക്കാർ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ ഫുഡിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കുറേ ഫുഡിൻ്റെ ഷോപ്സൊക്കെ കാണാൻ പറ്റും. മീൻസ് കുറേ നടക്കാനുണ്ട്. അപ്പം തന്നെ നമ്മൾ ടയേർഡ് ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ജ്യൂസോ ഡ്രിങ്ക്സോ അങ്ങനെ എന്തെങ്കിലും കുടിക്കാനുള്ള കുട്ടി ഷോപ്സും ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ സ്പെഷ്യൽ ഡിഷസും ഇവിടെ പ്രിപ്പയർ ചെയ്യും. ചെറിയ കടകളായിട്ടാണ് ഇതൊക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ആൻറ്റിക് പ്രൊഡക്ട്സ് മീൻസ് പണ്ടത്തെ പ്രൊഡക്ട്സ് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പണ്ടത്തെ പൈസ എല്ലാം ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവിധ സാധനങ്ങളും ഇവിടുന്ന് കിട്ടും. ചില സാധനങ്ങൾ കണ്ടാൽ നമുക്ക് തോന്നും ഇതാരെങ്കിലുമൊക്കെ വാങ്ങുമോ, അങ്ങനത്തെ അത്ര ഇതായ പ്രൊഡക്ട്സൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും അതൊക്കെ വാങ്ങാൻ ഇവിടെ ആൾക്കാരുണ്ട് എന്നാണ് പറഞ്ഞത്. സോ ഇവിടെ കുറച്ച് സമയമായിട്ടുള്ളൂ നമ്മൾ വന്നപ്പോൾ. അപ്പോഴേക്കും ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ പെട്ടെന്ന് തന്നെ റഷാവും കേട്ടോ. പിന്നെ ഇവിടെ കുറേ പ്രൊഡക്ട്സുകളുണ്ട്, പല ടൈപ്പ് പ്രൊഡക്ട്സ്, AC, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും.
അപ്പോൾ ഇതാണ് പെറ്റ്സ് ഏരിയ. മീൻസ് ഇവിടെ കുറേ ലൈക്ക് ലവ് ബേർഡ്സ്, പല പല ടൈപ്പ് ഓഫ് ബേർഡ്സ് ഇവിടെ ഉണ്ട്. പിന്നെ പപ്പീസ്, ക്യാറ്റ്സ്, ഗോട്ട് മീൻസ് നമ്മളെ ഗോട്ട്സിനും പിന്നെ കുറേ ബേർഡ്സിനും ഡക്കിനും പപ്പീസിനും എല്ലാത്തിനും ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. റാബിറ്റ്, നമ്മളെ ഹെന്ന് എല്ലാം ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അതാ ടൈമൊക്കെ കുറേ ആയി, നൈറ്റൊക്കെ ആവാറായിട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാം കണ്ട് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പാർക്കിംഗ് സെക്ഷനിലോട്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചെന്നൈ വിസിറ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ ഈ ഒരു മാർക്കറ്റ് എന്തായാലും വിസിറ്റ് ചെയ്യണം. അപ്പോൾ ബൈ.